നമസ്കാരം. ചക്രവാണി ക്ലാസസ് 2 ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് മലയാളത്തിൽ ഉൾപ്പെടുന്ന കുറേ കാര്യങ്ങളാണ്, അവാർഡുകളാണ് അതിൽ ആദ്യം പരിഗണിക്കുന്നത്. ഈ അവാർഡുകളിൽ തന്നെ ജ്ഞാനപീഠ സമ്മാനമാണ് ആദ്യമായി ഷെയർ ചെയ്യുന്നത്. ഇന്ത്യയിലെ ഉന്നതമായ സാഹിത്യ പുരസ്കാരമാണ് ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാരം. വാഗ്ദേവിയായ സരസ്വതി ദേവിയുടെ വെങ്കല ശില്പവും പ്രശസ്തി പത്രവും 11 ലക്ഷം രൂപയുമാകുന്നു ജ്ഞാനപീഠ ജേതാവിന് ലഭിക്കുന്നത്. ഒരിക്കൽ കൂടി, വാഗ്ദേവിയായ സരസ്വതി ദേവിയുടെ വെങ്കല ശില്പവും പ്രശസ്തി പത്രവും 11 ലക്ഷം രൂപയുമാണ് ജ്ഞാനപീഠ ജേതാവിന് ലഭിക്കുന്നത്. ഈ അവാർഡ് നൽകുന്നത് ഒരു ട്രസ്റ്റാണ്, ജ്ഞാനപീഠം ട്രസ്റ്റ്. ടൈംസ് ഓഫ് ഇന്ത്യ ദിനപത്രം അവരുടെ കുടുംബ ട്രസ്റ്റ് കൂടിയാണ് ഈ അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സാഹു ജെയിൻ കുടുംബം, ശാന്തിപ്രസാദ് ജെയിനും അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി രമ ജെയിനും അടങ്ങിയ ഒരു ട്രസ്റ്റാണ് ജ്ഞാനപീഠ ട്രസ്റ്റ്. ആ ട്രസ്റ്റാണ് വർഷാവർഷം ജ്ഞാനപീഠ സമ്മാനം നൽകുന്നത്. ഈ ട്രസ്റ്റ് രൂപീകരിക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് കുറച്ച് മുമ്പാണ്, 1944-ലാണ്. അന്ന് ട്രസ്റ്റ് രൂപീകരിക്കുമ്പോൾ ഈ ട്രസ്റ്റിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് സംസ്കൃതം, പാലി, പ്രാകൃതം എന്നീ ഭാഷകളിലെ അപ്രകാശിത രചനകൾ പ്രസിദ്ധീകരിക്കുക എന്നുള്ളതായിരുന്നു. പിന്നീടത് അവാർഡുകൾ സമ്മാനിക്കണം എന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നു. അവാർഡ് നൽകുവാനുള്ള തീരുമാനം 1961-ൽ ഏർപ്പെടുത്തി. തുടർന്ന് അവാർഡുകൾ നൽകുന്നതിന് അവർ തുടങ്ങി. ഒന്നാമത്തെ ജ്ഞാനപീഠ സമ്മാനം 1965-ൽ മലയാളത്തിലെ പ്രിയ കവി ജി ശങ്കരക്കുറുപ്പിനാണ് ലഭിച്ചത്. അപ്പോൾ ഒന്നാമത്തെ ജ്ഞാനപീഠം 1965-ൽ ജി ശങ്കരക്കുറുപ്പ് എന്ന കവിക്ക്. അദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിനാണ് അവാർഡ് ലഭിച്ചത്. ഒരിക്കൽ കൂടി ജ്ഞാനപീഠ സമ്മാനം ഏർപ്പെടുത്തി ആദ്യ അവാർഡ് ലഭിക്കുന്നത് മലയാളത്തിനാണ്, പ്രിയ കവി ജി ശങ്കരക്കുറുപ്പിനാണ്. ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിനാണ്. ഓടക്കുഴൽ കൃതിക്ക് ലഭിച്ച അവാർഡ് കൊണ്ട് കവി ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തുകയുണ്ടായി. മലയാളത്തിലെ പ്രസിദ്ധരായ എഴുത്തുകാർക്ക് സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ജി ശങ്കരക്കുറുപ്പിന് ലഭിച്ച അവാർഡ് പ്രയോജനപ്പെടുത്തിയത്. അവാർഡ് നൽകുന്നതിന് വേണ്ടി ഒരു ട്രസ്റ്റും അദ്ദേഹം തന്നെ രൂപീകരിച്ചു, ഗുരുവായൂരപ്പൻ ട്രസ്റ്റ്. PSCക്ക് 1 മാർക്ക്. ഓടക്കുഴൽ അവാർഡ് നൽകുന്നത് ആര്? ഉത്തരം ഗുരുവായൂരപ്പൻ ട്രസ്റ്റ്. ജി ശങ്കരക്കുറുപ്പിൻ്റെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏത്? PSCക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണത്. ജി ശങ്കരക്കുറുപ്പിൻ്റെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതി ഏത്? ഉത്തരം വിശ്വദർശനം. വിശ്വദർശനം. ജി ശങ്കരക്കുറുപ്പിന് പത്മഭൂഷൺ ബഹുമതിയും ലഭിച്ചിട്ടുണ്ട്. പത്മഭൂഷൺ ബഹുമതി നേടിയ കവിയാണ് ജി ശങ്കരക്കുറുപ്പ്. അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രധാന രചനകൾ കൂടി മനസ്സിലാക്കിയിരിക്കണം. ചിലപ്പോൾ ചോദിക്കാം, പാഥേയം എന്ന കവിതാ സമാഹാരം എഴുതിയ കവി ആര്? ഉത്തരം ജി ശങ്കരക്കുറുപ്പ്. നിമിഷം, പഥികൻ്റെ പാട്ട്, ജീവന സംഗീതം, സൂര്യകാന്തി, ഗീതാഞ്ജലി പരിഭാഷ തുടങ്ങിയവയും ജി ശങ്കരക്കുറുപ്പിൻ്റെ മികച്ച രചനകളിൽ ഉൾപ്പെടുന്നു.
ജി ശങ്കരക്കുറുപ്പിനെ സ്നേഹഗായകൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. നമ്മുടെ അറിവിൽ സ്നേഹഗായകനായി കുമാരനാശാനും ഉണ്ട്. എന്നാൽ അതുപോലെ തന്നെ സ്നേഹമെന്ന വിശുദ്ധമായ വികാരത്തെ ഭംഗിയായി കവിതകളിൽ ആവിഷ്കരിച്ച ജി ശങ്കരക്കുറുപ്പിനെയും സ്നേഹഗായകൻ എന്ന് വിളിക്കുന്നത് കൊണ്ട് ദോഷം ഒന്നും തന്നെ ഇല്ല. അദ്ദേഹത്തിൻ്റെ സൂര്യകാന്തി എന്ന കവിത അതിന് ഏറ്റവും നല്ല തെളിവാണ്. സൂര്യനും സൂര്യകാന്തി പൂവും തമ്മിലുള്ള പ്രണയമാകുന്നു ആ കവിതയിലെ പ്രതിപാദ്യം. നിത്യസ്നേഹത്തിൻ്റെ പ്രതീകമായ രണ്ട് പേർ, സൂര്യനും സൂര്യകാന്തി പൂവും. ആ കവിതയിലെ രണ്ട് വരികൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. സ്നേഹത്തിൽ നിന്നില്ലല്ലോ മറ്റൊന്നും ലഭിച്ചിടാൻ, സ്നേഹത്തിൻ ഫലം സ്നേഹം, ജ്ഞാനത്തിൻ ഫലം ജ്ഞാനം. പ്രസിദ്ധമായി വരികൾ എഴുതിയ കവി ആര് എന്നൊരു ചോദ്യം PSCക്ക് ചോദിക്കാം. സ്നേഹത്തിൽ നിന്നില്ലല്ലോ മറ്റൊന്നും ലഭിച്ചിടാൻ, സ്നേഹത്തിൻ ഫലം സ്നേഹം, ജ്ഞാനത്തിൻ ഫലം ജ്ഞാനം. ഈ വരികൾ എഴുതിയ കവി ആര്? PSCക്ക് ഒരു ചോദ്യം. ഉത്തരം ജി ശങ്കരക്കുറുപ്പ്. മഹാകവി രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഗീതാഞ്ജലി അത് നോബൽ സമ്മാനം നേടിയ കവിതയാണ്, സമാഹാരമാണ്. അതിനെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര് എന്ന ചോദ്യം പ്രതീക്ഷിക്കും. ജി ശങ്കരക്കുറുപ്പ്. അങ്ങനെ മലയാളിക്ക് അഭിമാനിക്കാവുന്ന ഒന്നാമത്തെ ജ്ഞാനപീഠ സമ്മാനം നേടിയ ജി ശങ്കരക്കുറുപ്പ് എന്ന കവിയെ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ചില ചോദ്യങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജ്ഞാനപീഠ സമ്മാനം നേടിയ മറ്റു മലയാളികൾ ആരൊക്കെയാണ്, ഏതൊക്കെ വർഷങ്ങളിലാണ് എന്ന് തുടർന്ന് പഠിക്കാം. കേരളത്തിൽ നിന്ന് ജ്ഞാനപീഠ സമ്മാനം ആകെ 6 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ അവാർഡ് നേടിയത് ജി ശങ്കരക്കുറുപ്പ് 1965. രണ്ടാമത്തെ അവാർഡ് നേടുന്നതും 1980 SK പൊറ്റക്കാട്. SK പൊറ്റക്കാടാണ് രണ്ടാമത് മലയാളത്തിലേക്ക് ജ്ഞാനപീഠ സമ്മാനം കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ എന്ന പ്രസിദ്ധമായ നോവൽ ഉൾപ്പെടുന്ന സാഹിത്യരചനകളെ പരിഗണിച്ചാണ് അവാർഡ് സമ്മാനിക്കുന്നത്. ഒരു ദേശത്തിൻ്റെ കഥ. SK പൊറ്റക്കാടിൻ്റെ പ്രധാന കൃതികൾ നമ്മൾ അറിയണം. വിഷകന്യക, നാടൻ പ്രേമം, മൂടുപടം, ഒരു തെരുവിൻ്റെ കഥ, ഒരു ദേശത്തിൻ്റെ കഥ തുടങ്ങിയവ SK പൊറ്റക്കാടിൻ്റെ പ്രധാന നോവലുകൾ ആണ്. അതുപോലെ അദ്ദേഹം സഞ്ചാര സാഹിത്യകാരനും കൂടിയാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന സഞ്ചാര സാഹിത്യകാരന്മാരുടെ മുൻനിരയിൽ SK പൊറ്റക്കാട് ഉണ്ട്. സഞ്ചാര സാഹിത്യകാരൻ എന്ന നിലയിൽ അദ്ദേഹം ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ പര്യടനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ യാത്രാനുഭവങ്ങൾ മനോഹരങ്ങളായ പുസ്തകങ്ങൾ ആയിട്ടുമുണ്ട്. നൈൽ ഡയറി, പാതിരാസൗരിൻ്റെ നാട്ടിൽ, ബാലിദ്വീപ്, അങ്ങനെ നിരവധി പുസ്തകങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് കൈരളിക്ക് കൈവന്നിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ SK പൊറ്റക്കാട് പാർലമെൻറ്റ് അംഗവും ആയിരുന്നു. 1962 തൊട്ട് 1967 വരെ പാർലമെൻറ്റിലെ അംഗമായിരുന്നു SK പൊറ്റക്കാട്. അപ്പോൾ SK പൊറ്റക്കാടിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ആവർത്തിച്ച് സൂചിപ്പിക്കുന്നു. ഒന്ന്, ജ്ഞാനപീഠ സമ്മാനം കേരളത്തിലേക്ക് വരുന്നത്, രണ്ടാമതെത്തുന്നത് SK പൊറ്റക്കാടിന് ആണ്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് ശങ്കരൻകുട്ടി പൊറ്റക്കാട്. നോവലിസ്റ്റായും ചെറുകഥാകൃത്തായും സഞ്ചാര സാഹിത്യകാരനായും അദ്ദേഹം അറിയപ്പെടുന്നു. മൂന്നാമത്തെ ജ്ഞാനപീഠ സമ്മാനം ലഭിക്കുന്നത് തകഴി ശിവശങ്കരപ്പിള്ളയ്ക്ക്. തകഴി ശിവശങ്കരപിള്ള. വർഷം 1984. 1984. ജ്ഞാനപീഠ സമ്മാനം മൂന്നാമത് ലഭിക്കുന്നത് തകഴി ശിവശങ്കരപ്പിള്ളയ്ക്ക്. കുട്ടനാടിൻ്റെ കഥാകാരൻ എന്ന പ്രസിദ്ധനായ തകഴി ശിവശങ്കരപ്പിള്ളയ്ക്കാകുന്നു
മലയാളത്തിലെ മൂന്നാമത്തെ ജ്ഞാനപീഠ സമ്മാനം. തകഴിയുടെ വീട് കൂടി ഒന്നറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ശങ്കരമംഗലമാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ പേര്. അതും PSC ചോദിക്കാവുന്ന ഒരു പോയിൻ്റ് ചോദ്യമാണ്, ഒരു മാർക്കിന് ചോദിക്കാവുന്നതാണ്. ശങ്കരമംഗലം, ആ വീടിനെ സംബന്ധിച്ച് ഒരു കാര്യം കൂടി നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ പറയും. അത് രണ്ടാമത്, ആദ്യമായി തകഴി ശിവശങ്കരപ്പിള്ളയുടെ പ്രധാന രചനകളൊന്ന് പരിചയപ്പെടേണ്ടത് അത്യാവശ്യമാണ്. ആദ്യമായി പറയുന്ന പേര് ചെമ്മീൻ. ചെമ്മീൻ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 1957 തകഴിക്ക് ലഭിക്കുന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ തകഴിയുടെ നോവലാണ് ചെമ്മീൻ. രണ്ടാമത് ഏണിപ്പടികൾ. അടുത്ത് പരിചയപ്പെടുത്തുന്ന രചന കയർ. അതിൽ 250 വർഷം കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതം പ്രതിഫലിക്കുന്നു. രണ്ടിടങ്ങഴി അദ്ദേഹത്തിന് മറ്റൊരു പ്രധാന രചനയും ആകുന്നു. തകഴിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത് ചെമ്മീൻ എന്ന നോവലിനാണ്. ആ നോവൽ പിൽക്കാലത്ത് സിനിമയായി നമ്മുടെ മുന്നിൽ വരികയുണ്ടായി. ആ സിനിമയ്ക്കും ദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഈ നോവലിലെയും സിനിമയിലെയും മുഖ്യ കഥാപാത്രങ്ങൾ മലയാളികളുടെ മനസ്സിൽ പച്ചപിടിച്ചു നിൽക്കുന്നവരാണ്. കറുത്തമ്മയും പരീക്കുട്ടിയും ഒക്കെ ഏവർക്കും പ്രിയങ്കരരായ കഥാപാത്രങ്ങൾ ആണ്. തകഴിയുടെ കയർ എന്ന കൃതിക്ക് 1980 വയലാർ അവാർഡ് ലഭിക്കുകയുണ്ടായി. വയലാർ അവാർഡ് തകഴിക്ക് സമ്മാനിക്കുന്നത് അദ്ദേഹം എഴുതിയ കയർ എന്ന നോവൽ അടിസ്ഥാനമാക്കിയാണ്. സംസ്ഥാന സർക്കാർ 1994 എഴുത്തച്ഛൻ പുരസ്കാരം അദ്ദേഹത്തിന് നൽകുകയുണ്ടായി. കേരള സാഹിത്യ അക്കാദമിയും തകഴിക്ക് ഏണിപ്പടികൾ എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ആ നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും സമ്മാനിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി അവാർഡുകൾ നേടിയ കുട്ടനാടിൻ്റെ കഥാകാരനായ തകഴി ശിവശങ്കരപ്പിള്ള ജീവിച്ചിരുന്ന ഭവനം പിന്നീട് ഒരു സ്മാരകമായി മാറി. ആ വീടാണ് ശങ്കരമംഗലം. അതിനെക്കുറിച്ച് പറയാമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ശങ്കരമംഗലം എന്ന വീട് തകഴി അന്തരിച്ച ശേഷം സംസ്ഥാന ഗവൺമെൻറ്റിന് ആ കുടുംബം നൽകുകയുണ്ടായി. ആ വീട്ടിൽ തകഴിയുടെ പ്രിയപത്നി കാത്ത എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രിയതമ ആണ് ജീവിച്ചിരുന്നത്. 1 രൂപ വാടക നൽകിയായിരുന്നു ആ മഹാനായ എഴുത്തുകാരൻ്റെ സ്വന്തമായിരുന്ന ഭവനം പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി താമസിച്ചിരുന്നത്. ആ വീട്ടിൽ തകഴി അനുസ്മരണ ചടങ്ങുകൾ എല്ലാ വർഷവും ഉണ്ടാകാറുണ്ട്. അതും നിങ്ങൾ ഓർക്കുക. ഇവിടെ PSC ചോദിക്കാവുന്ന ഒരു മാർക്കിനുള്ളൊരു ചോദ്യം ശങ്കരമംഗലം വീട് ആസ്പദമാക്കിയാണെന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ ഈ 3 പേരുകാരെയും നമുക്ക് അടുത്തറിയുന്നതിന് വേണ്ടി ഒരു കോഡ് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ജ്ഞാനപീഠ സമ്മാനം നേടിയ 3 എഴുത്തുകാരും ആദ്യത്തെ 3 എഴുത്തുകാരും ശങ്കരന്മാരാകുന്നു. നോക്കൂ, ജി ശങ്കരക്കുറുപ്പ്, ശങ്കരൻകുട്ടി പൊറ്റേക്കാട്, തകഴി ശിവശങ്കരപ്പിള്ള 3 പേരിലും ഉണ്ട് ശങ്കര ശബ്ദം. അതുകൊണ്ട് 3 ശങ്കരന്മാരാകുന്നു ഒരു കോഡാണ്. ആദ്യമായി ജ്ഞാനപീഠ സമ്മാനം ലഭിക്കുന്നത് മലയാളത്തിലെ 3 പേർക്ക് ജ്ഞാനപീഠ സമ്മാനം ലഭിച്ചപ്പോൾ ആ 3 പേരുടെയും പേരുകളിൽ ശങ്കര എന്ന പേര് കൂടി ഉണ്ട് എന്ന് ഓർക്കുക. അത് പഠിക്കുന്നതിന് നിങ്ങൾക്ക് സഹായകം ആകും. 4ാമത്തെ അവാർഡ്, ജ്ഞാനപീഠ സമ്മാനം മലയാളത്തിൽ എത്തുന്നത് 4ാമതായി 1995 MD വാസുദേവൻ നായർക്കാണ്. MD വാസുദേവൻ നായർ. നമ്മുടെ പ്രിയപ്പെട്ട MD. ചുരുക്കപ്പേര്, ഇതിന് പൂർണ്ണമായ പേര് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. കൂടല്ലൂരിൻ്റെ കഥാകാരൻ എന്ന പ്രസിദ്ധനായ MD വാസുദേവൻ നായർക്കാണ് കേരളത്തിൽ 4ാമത് ജ്ഞാനപീഠ സമ്മാനം ലഭിക്കുന്നത്.
അദ്ദേഹത്തിൻ്റെ പ്രധാന രചനകൾ കൂടി അറിയേണ്ടത് അത്യാവശ്യമാണ്. പ്രധാന കൃതികൾ: നാലുകെട്ട്, കാലം, അസുരവിത്ത്, മഞ്ഞ്, രണ്ടാമൂഴം, അറബിപ്പൊന്ന്, വാരണാസി തുടങ്ങിയവ MD വാസുദേവൻ നായരുടെ പ്രസിദ്ധങ്ങളായ രചനകളാണ്, മികച്ച നോവലുകളും ആകുന്നു. അദ്ദേഹത്തിന് കേരള കേന്ദ്ര സാഹിത്യ അക്കാദമികളുടെ അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. കാലം എന്ന നോവലിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 1970 MDക്ക് കിട്ടുന്നത്. കാലം എന്ന നോവൽ. രണ്ടാമൂഴം എന്ന നോവലിനാണ് വയലാർ അവാർഡ് ലഭിക്കുന്നത് 1985. കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് MDക്ക് സമ്മാനിക്കുന്നത് നാലുകെട്ട് എന്ന നോവലിനാണ്. അദ്ദേഹത്തിൻ്റെ രചനകളിൽ കാണുന്നൊരു പ്രത്യേകത സങ്കടങ്ങളിലൂടെ ജീവിക്കുന്ന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നവയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന കഥാപാത്രങ്ങൾ, നോവലുകളിലെ പ്രധാന കഥാപാത്രങ്ങളും ഒന്ന് പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നാലുകെട്ട് എന്ന നോവലിൽ അപ്പുണ്ണി എന്ന കഥാപാത്രം ആസ്വാദകരുടെ മനസ്സിൽ നിന്ന് മായാത്ത കഥാപാത്രമാണ്. PSCക്ക് ചോദിക്കാവുന്ന ഒരു മാർക്ക്. അപ്പുണ്ണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന രചന ഏത്? ഉത്തരം നാലുകെട്ട്. കഥാകൃത്ത് അല്ലെങ്കിൽ നോവലിസ്റ്റ് MD വാസുദേവൻ നായർ. സേതു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നോവലാണ് കാലം. കാലം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവലാണ്. ആ നോവലിലെ പ്രധാന കഥാപാത്രമാണ് സേതു. അസുരവിത്തം നോവലിലും ഒരു പ്രധാന കഥാപാത്രമുണ്ട്, ചോദിക്കാം, ഗോവിന്ദൻകുട്ടി. ഇതിനൊക്കെ പുറമെ എന്തുകൊണ്ട് മികച്ച ആസ്വാദകരുടെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്നൊരു കഥാപാത്രമാണ് രണ്ടാമൂഴത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഭീമൻ എന്ന കഥാപാത്രത്തെ കേന്ദ്ര കഥാപാത്രമായി അവതരിപ്പിച്ചുകൊണ്ട് MD എഴുതിയ നോവലാണ് രണ്ടാമൂഴം. മഹാഭാരതത്തിലെ ഭീമനെ മുഖ്യ കഥാപാത്രമായി അവതരിപ്പിച്ചുകൊണ്ട് MD എഴുതിയ നോവൽ രണ്ടാമൂഴം. അതുപോലെ തന്നെ ഒരു സുന്ദരമായ കാവ്യം പോലെ ഉള്ള നോവലുണ്ട് മഞ്ഞ്. അതിൽ വിമല എന്ന കഥാപാത്രത്തെ, അധ്യാപികയായ വിമലയെയാണ് നോവലിസ്റ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ മലയാളികളുടെ മനസ്സിൽ എന്നും ജീവിക്കുന്ന ഏതാനും കഥാപാത്രങ്ങളെ തൻ്റെ രചനകളിലൂടെ കൈരളിക്ക് കാഴ്ചവെച്ച മഹാനായ എഴുത്തുകാരനാണ് നമുക്കേവർക്കും പ്രിയപ്പെട്ട MD വാസുദേവൻ നായർ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് PSCക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യം കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അറബിപ്പൊന്ന് എന്ന നോവൽ MDയും NB മുഹമ്മദും സംയുക്തമായി എഴുതിയ മലയാളത്തിലെ ആദ്യ നോവലാണ്. രണ്ട് നോവലിസ്റ്റുകൾ ഒരുമിച്ച് ചേർന്ന് ഒരു നോവൽ പൂർത്തിയാക്കി. അതിലാദ്യത്തെ നോവൽ MDയും NB മുഹമ്മദും ചേർന്ന് എഴുതിയ അറബിപ്പൊന്ന്. PSCക്ക് ചോദിച്ചിട്ടുണ്ട്, പഠിക്കണം. അറബിപ്പൊന്ന് MDയും NB മുഹമ്മദും സംയുക്തമായി എഴുതിയ നോവൽ. അതുപോലെ MDയുമായി ബന്ധപ്പെട്ട മറ്റൊന്ന്, അദ്ദേഹം സിനിമ സംവിധായകനും കൂടിയായിരുന്നു, തിരക്കഥാ രചയിതാവും കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾക്ക് ദേശീയ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയ്ക്കും ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട്, പ്രസിഡൻറ്റിൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. 1975 നിർമാല്യം എന്ന സിനിമയാണ് പ്രസിഡൻറ്റിൻ്റെ അവാർഡ് നേടിയത്. അത് സംവിധാനം ചെയ്തത് MDയാണ്. നിർമാല്യം എന്ന സിനിമയുടെ സംവിധായകനായ PSCക്ക് ഒരു ചോദ്യമാണ്. നിർമാല്യം എന്ന സിനിമ സംവിധാനം ചെയ്തത് MD വാസുദേവൻ നായർ ആണ്. അതിന് പ്രസിഡൻറ്റിൻ്റെ അവാർഡ് 1975 ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ജ്ഞാനപീഠ സമ്മാനം 5ാമത് കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ശ്രീ ONV കുറുപ്പ്. 2007 ONV കുറുപ്പ്, കവിയായ ONV കുറുപ്പ് മാഷനാകുന്നു ജ്ഞാനപീഠ സമ്മാനം 5ാമത് ലഭിക്കുന്നത്. 2007 ആ അവാർഡ് ലഭിക്കുന്നത്. ONV കുറുപ്പിൻ്റെ പൂർണ്ണമായ പേര് PSCക്ക് ചോദിക്കാവുന്നത് ആണ്. എങ്കിലും അറിവിന് വേണ്ടി പറയുന്നു, ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ്. ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ്, അതാണ് ONV കുറുപ്പ്. അദ്ദേഹം കവിയാണ്, ഗാനരചയിതാവാണ്. അതുപോലെ തന്നെ കേരള കലാമണ്ഡലത്തിൻ്റെ ചെയർമാനും ആയിരുന്നു.
നേരത്തെ തകഴിയുടെ വീട്ടുപേര് മനസ്സിലാക്കിയതുപോലെ ONV യുടെ വീട്ടുപേരും ഒന്നറിഞ്ഞിരിക്കുക, ഇന്ദീവരം. ഇന്ദീവരം. ONV കുറുപ്പിൻ്റെ പ്രധാന സാഹിത്യ സംഭാവനകൾ അറിഞ്ഞിരിക്കണം. അവയിൽ പ്രധാനപ്പെട്ടവയ്ക്ക് ലഭിച്ച അവാർഡുകളും അറിഞ്ഞിരിക്കണം. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ അഗ്നിശലഭങ്ങൾ ONV യുടെ ഒരു കവിതാ സമാഹാരമാണ്. 1972 ONV കുറുപ്പിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത രചനയാണ് അഗ്നിശലഭങ്ങൾ. 1981 അക്ഷരം എന്ന കവിതാ സമാഹാരത്തിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ONV കുറുപ്പിന് നൽകുന്നത്. ONV കുറുപ്പിൻ്റെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ രചന അക്ഷരം. വയലാർ അവാർഡ് ഉപ്പ് എന്ന കവിതാ സമാഹാരത്തിനാണ് ലഭിച്ചത്. 1982 ആ അവാർഡ്. അതുപോലെ തന്നെ ജി ശങ്കരക്കുറുപ്പിൻ്റെ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ, ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഓടക്കുഴൽ അവാർഡും ONV കുറുപ്പിന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മൃഗയ എന്ന കവിതാ സമാഹാരത്തിനാണ് അവാർഡ് ലഭിച്ചത്. കുമാരനാശാൻ്റെ പേരിൽ ഏർപ്പെടുത്തിയ ആശാൻ സമ്മാനം ശാർംഗക പക്ഷികൾ എന്ന കവിതാ സമാഹാരത്തിന് ലഭിച്ചിട്ടുണ്ട്. ONV കുറുപ്പിൻ്റെ ശാർംഗക പക്ഷികൾ. അതുപോലെ കേന്ദ്ര സർക്കാർ പത്മശ്രീ ബഹുമതി 1998 ONVക്ക് സമ്മാനിച്ചിട്ടുണ്ട്. പത്മവിഭൂഷൺ 2011 അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2007 അദ്ദേഹത്തിന് ജ്ഞാനപീഠ സമ്മാനം ലഭിച്ചു. സൂര്യഗീതം അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു രചനയാണ്. ഭൂമിക്കൊരു ചരമഗീതവും അതുപോലെ പ്രസിദ്ധമായ രചനകളാണ്. അദ്ദേഹത്തിൻ്റെ രചനകളിലെ പ്രധാനപ്പെട്ട വരികൾ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. ഈ വരികളുടെ രചയിത കവി ആര് ചോദിക്കാം. അത് ചില വരികൾ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നു. സ്വസ്തി ഹേ സൂര്യതേ സ്വസ്തി, മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ. ഇത് സൂര്യഗീതം എന്ന കവിതയിലെ വരികളാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ സൂര്യഗീതം എന്ന കവിതയിലെ അതേ പേരിലുള്ള അതൊരു സമാഹാരവും കൂടിയാണ് വരികൾ. ഭൂമിയുടെ ദുരന്തത്തെ ആസ്പദമാക്കി, ഭൂമിക്ക് സംഭവിക്കാവുന്ന എന്ന് ആശങ്കപ്പെടുന്ന ദുരന്തത്തെ ആസ്പദമാക്കി എഴുതിയ കവിതാ സമാഹാരമാണ് ഭൂമിക്കൊരു ചരമഗീതം. ആ കവിതയിലെ വരികളും നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി കൊണ്ടുവരുന്നു. ഇനിയും മരിക്കാത്ത ഭൂമി, ഇതു നിന്റെ എൻ്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. ഇനിയും മരിക്കാത്ത ഭൂമി, ഇതു നിന്റെ എൻ്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്നതിൻ നിഴലിൽ നാളെ നീ മരവിക്കെ, ഉയരറ്റ നിൻമുഖത്തശ്രബിന്ദുക്കളാൽ ഉദകം പകർന്നു വിലപിക്കാൻ ഇവിടെ അവശേഷിക്കയില്ല ആരും ഈ ഞാനും. ഈ വരികളിൽ ഏതെങ്കിലും ചോദിച്ചിട്ട്, ONV കുറുപ്പിൻ്റെ ഈ വരികളിൽ ഏതെങ്കിലും ചോദിച്ചിട്ട് ഇത് ആരുടെ രചനയാണ് അല്ലെങ്കിൽ ഏത് കവിതയിലെ വരികളാണ് എന്ന് ഒരു ചോദ്യം പ്രതീക്ഷിക്കുക ആണ്. അപ്പോൾ ഉത്തരം എഴുതുക ONV കുറുപ്പ്. അദ്ദേഹത്തിൻ്റെ ശാർംഗക പക്ഷികളും അതുപോലെ മനോഹരമായ കവിതയുമാണ്. 2-3 വരികൾ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറയുന്നു. ഇനി ഞാൻ ഉണർന്നിരിക്കാം നീ ഉറങ്ങുക, ഇനി ഞാൻ ഉണർന്നിരിക്കാം നീ ഉറങ്ങുക, ഏറെ നടന്നു തളർന്നതല്ലേ വഴി ഏതെന്നറിയാതുഴന്നതല്ലേ. ശാർംഗക പക്ഷികൾ എന്ന കവിതയിലെ വരികളാണ്. ഈ കവിതയും നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ വരികളിൽ ചിലത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ട് ആരുടെ രചനയാണ്, ഏത് കവിതയിലെ വരികളാണ് എന്നൊരു ചോദ്യം വന്നാൽ അത് കൃത്യമായും നിങ്ങൾ എഴുതണമെന്ന് ആഗ്രഹിച്ചാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ONV പുരസ്കാരത്തെക്കുറിച്ചും ഒന്നറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ONVയുടെ പേരിൽ ഏർപ്പെടുത്തിയ അവാർഡുകൾ ആണ് അത്. ONV പുരസ്കാരം, ONV കൾച്ചറൽ അക്കാദമിയാണ് ONV പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ONV കൾച്ചറൽ അക്കാദമിയാണ് ONV പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. 3 ലക്ഷം രൂപയാണ് അവാർഡ് തുക. 2018 ഈ അവാർഡ് MD വാസുദേവൻ നായർക്കാണ് ലഭിക്കുന്നത്. 2019 ഈയിടെ നമ്മെ വിട്ട് പിരിഞ്ഞു പോയ ജ്ഞാനപീഠ ജേതാവ് കൂടിയായ അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ് ONV കൾച്ചറൽ അക്കാദമി ഏർപ്പെടുത്തിയ ONV പുരസ്കാരം ലഭിക്കുന്നത്. അതുപോലെ തന്നെ യുവ സാഹിത്യ പ്രതിഭയ്ക്കുള്ള അവാർഡും ഈ ONV കൾച്ചറൽ അക്കാദമി നൽകി വരുന്നുണ്ട്. 2018 യുവ സാഹിത്യ പ്രതിഭയ്ക്കുള്ള ONV കൾച്ചറൽ
അവാർഡ് ലഭിച്ചത് അനുജ അകത്തൂട്ട് കവിയാണ്. കൃതി അമ്മ ഉറങ്ങുന്നില്ല. അനുജ അകത്തൂട്ട് കൃതി അമ്മ ഉറങ്ങുന്നില്ല. 2019 അനഘ കവിയാണ്. മെഴുകുതിരിക്ക് സ്വന്തം തീപ്പെട്ടി എന്ന രചനയ്ക്കാണ് ആ അവാർഡ് ലഭിക്കുന്നത്. അപ്പോൾ ONV കുറുപ്പിന് 2007 ജ്ഞാനപീഠ സമ്മാനം ലഭിക്കുന്നു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ കാലശേഷം ONV പുരസ്കാരവും ഏർപ്പെടുത്തുന്നു. ONV കൾച്ചറൽ അക്കാദമിയാണ് ആ അവാർഡ് ഏർപ്പെടുത്തുന്നത്. 2018-ലും 2019-ലും അവാർഡ് ജേതാക്കളെ നാം അറിഞ്ഞു കഴിഞ്ഞു. തുടർന്ന് ONVയോടുള്ള ബഹുമാനാർത്ഥം കേരള സർവകലാശാലയും ONV സമ്മാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള സർവകലാശാല ഏർപ്പെടുത്തിയ പ്രഥമ സാഹിത്യ പുരസ്കാരം. ഇതിനൊരു പശ്ചാത്തലമുണ്ട്. ബഹുമാനപ്പെട്ട കവി ONV കുറുപ്പ് ദീർഘകാലം കോളേജ് അധ്യാപകൻ ആയിരുന്നു. ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ അദ്ദേഹം നീണ്ട 25 വർഷം ജോലി ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. കേരളത്തിൽ എല്ലാവരും അറിയുന്ന കവി കൂടിയായ ONVയെ കേരള സർവകലാശാല മാനിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലും അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള സർവകലാശാല ഏർപ്പെടുത്തിയ പ്രഥമ ONV പുരസ്കാരം കിട്ടുന്നത് 2018-ൽ ശ്രീമതി സുഗതകുമാരിക്കാണ്. ശ്രീമതി സുഗതകുമാരിക്ക് ആ അവാർഡ് 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് ONV പുരസ്കാരം കേരള സർവകലാശാല ഏർപ്പെടുത്തിയത്. 2019-ൽ കഥാകൃത്തായ T. പത്മനാഭൻ ആണ് ആ അവാർഡിന് അർഹനായത്. പത്മനാഭൻ ആണ് ആ അവാർഡിന് അർഹനായത്. അങ്ങനെ നാം ONV കുറുപ്പിന് 2007-ൽ ജ്ഞാനപീഠ സമ്മാനം ലഭിച്ചത് തൊട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയ 2 അവാർഡുകൾ കൂടി പഠിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. അവയും ആസ്പദമാക്കി പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾ വളരെ നന്നായി എഴുതി ഫലിപ്പിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ഇനി പഠിക്കാനുള്ളത് 2019-ൽ 6ാമത്തെ ജ്ഞാനപീഠം അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ലഭിച്ച കാര്യമാണ്. അക്കിത്തം അച്യുതൻ നമ്പൂതിരി അക്കിത്തത്തിനാണ് മലയാളത്തിൽ 6ാമത് ജ്ഞാനപീഠ സമ്മാനം കൊണ്ടുവന്നത്. അക്കിത്തം അച്യുതൻ നമ്പൂതിരി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങളേ ആയുള്ളൂ. അവാർഡ് ഏറ്റുവാങ്ങി അദ്ദേഹം എല്ലാ മലയാളികളെയും ആനന്ദത്തിൽ എന്ന് തന്നെ പറയാം 6ാമത് അവാർഡ് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് എല്ലാവരും അദ്ദേഹത്തിൻ്റെ ദീർഘായുസ്സിന് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ ഏതാനും ദിവസം മുമ്പ് അക്കിത്തം ഈ ലോകത്തോട് വിട പറഞ്ഞു. അങ്ങനെ 6ാമത് ജ്ഞാനപീഠ സമ്മാനം മലയാളത്തിൽ കൊണ്ടുവരുന്നത് 2019-ൽ അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക്. 2019 അക്കിത്തത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട്. സമീപകാല വാർത്തകളിൽ നിറഞ്ഞു നിന്ന ആ മഹത് വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് വളരെ കാര്യങ്ങൾ അറിയാം. എങ്കിലും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാതെ പോകുന്നത് ഉചിതമല്ല. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസമെന്ന പ്രസിദ്ധമായ ഖണ്ഡകാവ്യമാണ് അക്കിത്തത്തിൻ്റേതായിട്ട് കൈരളിക്ക് കൈവന്നവയിൽ ഏറ്റവും മികച്ചതെന്ന് പറയാവുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം. അതുപോലെ ബലിദർശനം, ഉപനയനം, മധുവിധു, ഇടിഞ്ഞുപൊളിഞ്ഞ ലോകം, കരതലാമലകം ഇവയും അക്കിത്തത്തിൻ്റെ പ്രധാന രചനകളിൽ ഉൾപ്പെടുന്നു. അക്കിത്തത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത് 1971-ൽ ബലിദർശനം എന്ന കവിതാ സമാഹാരത്തിനാണ്. 1971-ൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ബലിദർശനം. PSCക്ക് ചോദിക്കാവുന്നത്. ബലിദർശനം എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവ് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു. വരുന്ന പരീക്ഷകളിൽ തീർച്ചയായും അക്കിത്തവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നിർബന്ധമായും ഉണ്ടാവും. അത് ഓർക്കുക. അടുത്ത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അക്കിത്തത്തിന് ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്.
1973 ബലിദർശനം എന്ന രചനയ്ക്കാണ് കിട്ടിയത്. 1997 വള്ളത്തോൾ പുരസ്കാരം അക്കിത്തത്തിന് ലഭിച്ചിട്ടുണ്ട്. വള്ളത്തോൾ പുരസ്കാരം 1997 ലഭിച്ചിട്ടുണ്ട്. 2017 ഇന്ത്യ ഗവൺമെൻറ് പത്മശ്രീ ബഹുമതി നൽകി അക്കിത്തത്തെ ആദരിച്ചു. സംസ്ഥാന ഗവൺമെൻറ് 2008 എഴുത്തച്ഛൻ പുരസ്കാരം അക്കിത്തത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. 2012 വയലാർ അവാർഡ് അന്തിമഹാകാലം എന്ന രചനയ്ക്കാണ് കിട്ടിയത്. വയലാർ അവാർഡ് അക്കിത്തത്തിൻ്റെ അന്തിമഹാകാലം എന്ന കൃതിക്കാണ് ലഭിച്ചത് എന്നുകൂടി ഓർക്കുക. അങ്ങനെ അക്കിത്തത്തിൻ്റെ പ്രധാന രചനകൾ മനസ്സിലാക്കി, അവാർഡുകൾ മനസ്സിലാക്കി, അവയിൽ നിന്ന് ചോദിക്കാവുന്നവ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ച ബലിദർശനം, വള്ളത്തോൾ പുരസ്കാരം 1997, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എഴുത്തച്ഛൻ പുരസ്കാരം 2008, വയലാർ അവാർഡ് 2012 അന്തിമഹാകാലം. അക്കിത്തത്തിൻ്റെ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത വരികൾ കൂടി നിങ്ങളുടെ അറിവിലേക്ക് കൊണ്ടുവരുന്നു. അതുമായി ബന്ധപ്പെട്ടും ചോദ്യങ്ങൾ വരാം. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ രചനയിലെ ഈ വരികൾ ഓർക്കുക. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. മറ്റു 2 വരികൾ കൂടി നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നു, പങ്കുവയ്ക്കുന്നു. ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ, ഉദിക്കയാണെന്നാത്മാവിലൊരായിരം സൗരമണ്ഡലം. ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ, ഉദിക്കയാണെന്നാത്മാവിൽ 1000 സൗരമണ്ഡലം. ഒരു പുൻശിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ, ഹൃദയത്തിലുലാവുന്നു നിത്യനിർമ്മല പൗർണമി. അവാർഡ് നേടിയ, ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാളികളെ പരിചയപ്പെടുത്തുന്ന ഈ ഭാഗം ഒന്നുകൂടി ക്രോഡീകരിക്കുകയാണ്. 1965 ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠ സമ്മാനം, 1980 എസ് കെ പൊറ്റക്കാടിന്, ശങ്കരൻകുട്ടി പൊറ്റക്കാട്, 1984 തകഴി ശിവശങ്കരപ്പിള്ളയ്ക്ക്, 1995 എം ടി വാസുദേവൻ നായർക്ക്, 2007 ONV കുറുപ്പിന്, 2019 ഈയിടെ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കും ജ്ഞാനപീഠ സമ്മാനം ലഭിച്ചിട്ടുണ്ട് എന്ന് ക്രോഡീകരിച്ചുകൊണ്ട് അടുത്ത അവാർഡ് മേഖലയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇപ്പോൾ സരസ്വതി സമ്മാൻ അഖിലേന്ത്യാ തലത്തിൽ നൽകി വരുന്ന സരസ്വതി സമ്മാൻ എന്ന പ്രസിദ്ധമായ അവാർഡ് ജേതാക്കൾ ആരൊക്കെയാണ്, മലയാളികൾ ആരൊക്കെയാണ് എന്ന് പഠിക്കുന്നു. ഈ അവാർഡ് 1991 ഏർപ്പെടുത്തി. ജ്ഞാനപീഠ സമ്മാനം പഠിച്ചു. അടുത്ത് സരസ്വതി സമ്മാൻ 1991 ഏർപ്പെടുത്തി. ഇന്ത്യയിലെ പ്രസിദ്ധമായ പുരസ്കാരങ്ങളിൽ ഒന്ന് ഇത് ആണ്. KK ബിർള ഫൗണ്ടേഷൻ ആണ് സരസ്വതി സമ്മാൻ ഏർപ്പെടുത്തിയത്. ഈ അവാർഡിന് പരിഗണിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ 8ാം പട്ടികയിൽ ഉൾപ്പെട്ട ഭാഷകളിലെ മികച്ച കൃതികൾക്ക് ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ 8ാം പട്ടികയിൽ ഉൾപ്പെട്ട 22 ഭാഷകളിൽ മികച്ച രചനകൾക്ക് ആണ് സരസ്വതി സമ്മാൻ നൽകുന്നത്. സമ്മാനത്തുകയുടെ വലിപ്പം വച്ച് നോക്കിയാൽ ഇതായിരിക്കാം ഒന്നാമത് വരിക. സമ്മാനത്തുക 15 ലക്ഷം രൂപയാണ്. വിദ്യാദേവതയായ സരസ്വതി ദേവിയുടെ ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് സരസ്വതി സമ്മാൻ. വിദ്യാദേവത ഭാരതീയർക്ക് സരസ്വതി ദേവിയാണ്. ആ ദേവിയുടെ ഫലകവും പ്രശസ്തി പത്രവും 15 ലക്ഷം രൂപയും അടങ്ങുന്ന സമ്മാനമാണ് സരസ്വതി സമ്മാൻ. KK ബിർള ഫൗണ്ടേഷൻ ആണ് സരസ്വതി സമ്മാൻ ഏർപ്പെടുത്തിയത്. ഈ
അവാർഡിന് പരിഗണിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ 8ാം പട്ടികയിൽ ഉൾപ്പെട്ട 22 ഭാഷകളിൽ ഉണ്ടാകുന്ന മികച്ച രചനകൾക്ക് ആണ്. മലയാളത്തിൽ നിന്ന് 3 പേർക്കാണ് ഈ അവാർഡ് കിട്ടിയിട്ടുള്ളത്. അതിൽ ആദ്യത്തെ അവാർഡ് ജേതാവ് ശ്രീമതി ബാലാമണിയമ്മ. ശ്രീമതി ബാലാമണിയമ്മയ്ക്കാണ് മലയാളത്തിൽ ആദ്യമായി സരസ്വതി സമ്മാൻ ലഭിക്കുന്നത്. ശ്രീമതി ബാലാമണിയമ്മ. ശ്രീമതി ബാലാമണിയമ്മ. ശ്രീമതി ബാലാമണിയമ്മയ്ക്ക് ഈ സമ്മാനം മലയാളത്തിൽ ആദ്യമായി ലഭിക്കുന്നു. ഈ വിവരം ശ്രീമതി ബാലാമണിയമ്മയുടെ സാഹിത്യ സംഭാവനകളെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ് 1991 അവാർഡ് ഏർപ്പെടുത്തിയ ആദ്യ വർഷം ലഭിച്ചത് ആർക്ക് എന്നുകൂടി അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. 1991 സരസ്വതി സമ്മാൻ ഏർപ്പെടുത്തിയത്. ആദ്യമായി ലഭിക്കുന്നത് ഹരിവംശറായി ബച്ചൻ എന്ന കവിക്കാണ്. ഹരിവംശറായി ബച്ചൻ ഈ കവി നൂറ്റാണ്ടിൻ്റെ കവി എന്നുകൂടി അറിയുന്നു. ചോദ്യം: നൂറ്റാണ്ടിൻ്റെ കവി എന്ന് വിളിക്കുന്നത് ആരെ? ഹിന്ദി സാഹിത്യത്തിലെ ഹരിവംശറായി ബച്ചൻ. ഹരിവംശറായി ബച്ചൻ എന്ന പേര് അത്രമാത്രം സുപരിചിതമായില്ല എങ്കിൽ ഞാൻ മറ്റൊരു പേര് കൂടി പറയാം. നമ്മുടെ ഇന്നത്തെ സൂപ്പർ സ്റ്റാർ അമിതാഭ് ബച്ചൻ്റെ പിതാവ്. ഹിന്ദിയിലെ സൂപ്പർ സ്റ്റാർ അമിതാഭ് ബച്ചൻ്റെ പിതാവ്. അതുപോലെ ആ കുടുംബത്തിൻ്റെ പ്രാധാന്യം നിങ്ങളൊക്കെ അറിയും. അഭിഷേക് ബച്ചൻ, അദ്ദേഹത്തിൻ്റെ പത്നി ഐശ്വര്യ റോയ് അറിയും. അങ്ങനെ നോക്കിയാൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു പ്രമുഖ കുടുംബത്തിലെ കവിയായ ഹരിവംശറായി ബച്ചനാണ് സരസ്വതി സമ്മാൻ ആദ്യമായി കിട്ടുന്നത്. 1991 ആണ് അവാർഡ് ആദ്യമായി ഹരിവംശറായി ബച്ചന് നൽകിക്കൊണ്ട് ബിർള ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയത്. കേരളത്തിൽ ആദ്യമായി അവാർഡ് ലഭിക്കുന്നത് ശ്രീമതി ബാലാമണിയമ്മയ്ക്ക്. ബാലാമണിയമ്മയ്ക്ക് 1995 ആണ് അവാർഡ് ലഭിക്കുന്നത്. സരസ്വതി സമ്മാനം ലഭിക്കുന്ന ഒരു ചോദ്യം: സരസ്വതി സമ്മാനം ലഭിക്കുന്ന ആദ്യത്തെ വനിതയാര്? ഭാഗ്യവശാൽ ശ്രീമതി ബാലാമണിയമ്മയ്ക്കാണ് സരസ്വതി സമ്മാൻ ആദ്യമായി ലഭിക്കുന്നത്, വനിതകളിൽ ആദ്യമായി. പൂർണ്ണമായ പേര് നാലപ്പാട്ട് ബാലാമണിയമ്മ. അതുപോലെ കവികളിൽ ആദ്യം, മലയാളത്തിലെ കവികളിൽ ആദ്യം സരസ്വതി സമ്മാൻ ലഭിക്കുന്നതും ശ്രീമതി ബാലാമണിയമ്മയ്ക്കാണ്. നാലപ്പാട്ട് ബാലാമണിയമ്മ എന്നാണ് അവരുടെ പൂർണ്ണമായ പേര്. നേരത്തെ ഹരിവംശറായി ബച്ചൻ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ നാലപ്പാട്ട് കുടുംബവും മലയാളത്തിലെ പ്രസിദ്ധരായ എഴുത്തുകാരുടെ കുടുംബം ആണ്. നാലപ്പാട്ട് നാരായണ മേനോൻ നാലപ്പാട്ട് ബാലാമണിയമ്മയുടെ അമ്മാവനാണ്. നാലപ്പാട്ട് നാരായണ മേനോൻ അദ്ദേഹത്തിൻ്റെ പാവങ്ങൾ എന്ന നോവൽ പരിഭാഷ ഏറ്റവും പ്രസിദ്ധമായ രചനകളിൽ പെടുന്നു. ഫ്രഞ്ച് നോവലിസ്റ്റ് വിക്ടർ ഹ്യൂഗോയുടെ ലാ മിറാബിലെ എന്ന പാവങ്ങൾ നോവലിൻ്റെ മലയാള പരിഭാഷയുടെ പേരാണ് പാവങ്ങൾ. കവിയും കൂടിയാണ് നാലപ്പാട്ട് നാരായണ മേനോൻ. അദ്ദേഹത്തിൻ്റെ നാലപ്പാട്ട് നാരായണ മേനോൻ്റെ അനന്തരവൾ ആണ് നാലപ്പാട്ട് ബാലാമണിയമ്മ. നാലപ്പാട്ട് ബാലാമണിയമ്മയുടെ മക്കൾ മാധവിക്കുട്ടി അല്ലെങ്കിൽ കമലാദാസ്, പിൽക്കാല പേര് കമല സുരയ്യ, മക്കളിൽ ഒന്ന്. അതുപോലെ നാലപ്പാട്ട് സുലോചന എഴുത്തുകാരി. ഇങ്ങനെ നോക്കിയാൽ എഴുത്തുകാരുടെ കുടുംബവുമാകുന്നു നാലപ്പാട്ട് കുടുംബം. ഇതും കൂടി നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറയുന്നു. സരസ്വതി സമ്മാൻ ആദ്യമായി മലയാളത്തിൽ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ മലയാളത്തിൽ ആദ്യമായി ലഭിക്കുന്നത് ശ്രീമതി ബാലാമണിയമ്മയ്ക്ക്. ബാലാമണിയമ്മയുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അവരുടെ പ്രധാന രചനകൾ,
അതുപോലെ അവരെ വിളിക്കുന്ന പേര് മാതൃത്വത്തിൻ്റെ കവി എന്നാണ് ശ്രീമതി ബാലാമണി അമ്മയെ വിളിച്ചു പോരുന്നത്. മാതൃത്വത്തിൻ്റെ കവി ആര്? PSC ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. 1 മാർക്ക്. എപ്പോഴും ഉത്തരം ഒന്നേ ഉള്ളൂ, ബാലാമണി അമ്മ. പ്രധാന രചനകൾ: അമ്മ, കുടുംബിനി, മുത്തശ്ശി, സ്ത്രീഹൃദയം, മഴവിൻ്റെ കഥ, സോപാനം, ഊഞ്ഞാലിൽ, മാതൃഹൃദയം, നിവേദ്യം തുടങ്ങിയവ ശ്രീമതി ബാലാമണി അമ്മയുടെ പ്രധാന സാഹിത്യ സംഭാവനകളാണ്. ഒരിക്കൽ കൂടി: അമ്മ, കുടുംബിനി, മുത്തശ്ശി, സ്ത്രീഹൃദയം, മഴവിൻ്റെ കഥ, സോപാനം, ഊഞ്ഞാലിൽ, മാതൃഹൃദയം, നിവേദ്യം ഇവ ശ്രീമതി ബാലാമണി അമ്മയുടെ പ്രധാന സാഹിത്യ സംഭാവനകളാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കരസ്ഥമാക്കിയ കവിയാണ് ശ്രീമതി ബാലാമണി അമ്മ. അവരുടെ മുത്തശ്ശി എന്ന കവിതാ സമാഹാരത്തിനാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ കിട്ടിയത്. അതുപോലെ സംസ്ഥാന ഗവൺമെൻറ് ഏർപ്പെടുത്തിയ എഴുത്തച്ഛൻ പുരസ്കാരം 1995 ശ്രീമതി ബാലാമണി അമ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. വള്ളത്തോൾ പുരസ്കാരവും 1994 ശ്രീമതി ബാലാമണി അമ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. 1987 ഇന്ത്യ ഗവൺമെൻറ് ശ്രീമതി ബാലാമണി അമ്മയ്ക്ക് പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിച്ചിട്ടുണ്ട്. അപ്പോൾ സരസ്വതി സമ്മാനം ലഭിക്കുന്ന മലയാളികളിൽ ഒന്നാമത്തെ കവി ശ്രീമതി ബാലാമണി അമ്മ. അവരുടെ സാഹിത്യ സംഭാവനകൾ, അവർക്ക് ലഭിച്ച അവാർഡുകൾ ഒക്കെ അവതരിപ്പിച്ചുകൊണ്ട് മലയാളത്തിലെ രണ്ടാമത്തെ സരസ്വതി സമ്മാൻ ജേതാവിനെ പരിചയപ്പെടുത്തുന്നു. കെ അയ്യപ്പപ്പണിക്കർ. 2005 കെ അയ്യപ്പപ്പണിക്കർ. 2005 കെ അയ്യപ്പപ്പണിക്കർ കവിയും അധ്യാപകനും ആയ അയ്യപ്പപ്പണിക്കർക്ക് ആണ് 2005 സരസ്വതി സമ്മാൻ ലഭിക്കുന്നത്. സരസ്വതി സമ്മാനം ലഭിക്കുന്ന അയ്യപ്പപ്പണിക്കരുടെ പ്രധാന രചനകൾ കൂടി അറിയേണ്ടത് ആവശ്യമാണ്. അദ്ദേഹത്തിൻ്റെ സാഹിത്യ സംഭാവനകളിൽ പ്രധാനപ്പെട്ടവ കുരുക്ഷേത്രം, ഗോപികാദണ്ഡകം, മൃത്യുപൂജ, ജന്മപുരാണം. അയ്യപ്പപ്പണിക്കരുടെ കൃതികൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതിയാണ് അയ്യപ്പപ്പണിക്കരുടെ കൃതികൾ എന്ന സമാഹാരം. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ, അയ്യപ്പപ്പണിക്കരുടെ ലേഖനങ്ങൾ, അതും അദ്ദേഹത്തിൻ്റെ പ്രധാന രചനകളിൽ പെടുന്നു. ഗോത്രായനം, പൂക്കാതിരിക്കാൻ എനിക്കാവില്ല, കുടുംബപുരാണം എന്നീ പ്രസിദ്ധങ്ങളായ രചനകളുടെ കർത്താവാണ് ശ്രീ അയ്യപ്പപ്പണിക്കർ. മലയാള കവിതയിൽ ആധുനികതയുടെ ശക്തനായ വക്താവ് ആയിരുന്നു ശ്രീ അയ്യപ്പപ്പണിക്കർ എന്ന് കൂടി വിശേഷിപ്പിക്കുന്നു. മലയാളത്തിൽ ആധുനികതയുടെ, കവിതയിൽ ആധുനികതയുടെ ശക്തനായ വക്താവ് ആകുന്നു ശ്രീ അയ്യപ്പപ്പണിക്കർ എന്നുകൂടി ഓർക്കുക. തൻ്റേതായ വ്യക്തിത്വം എല്ലാ കാര്യങ്ങളിലും വച്ചു പുലർത്തിയിരുന്ന എഴുത്തുകാരൻ കൂടിയാകുന്നു അദ്ദേഹം. ചില അവാർഡുകൾ സ്വീകരിക്കാനും ചിലത് സ്വീകരിക്കാതിരിക്കാനും അദ്ദേഹം നിലപാടുകൾ എടുത്തിട്ടുണ്ട്. സരസ്വതി സമ്മാൻ അദ്ദേഹത്തിന് 2005 ലഭിച്ചു. 2002 അദ്ദേഹത്തിന് വയലാർ അവാർഡ് ലഭിച്ചിരുന്നു. പക്ഷേ അവാർഡ് അദ്ദേഹം സ്വീകരിച്ചില്ല. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 1984 അയ്യപ്പപ്പണിക്കരുടെ കൃതികൾ ഭാഗം 2 ലഭിക്കുകയുണ്ടായി. ഭാഗം 2 അത് ലഭിച്ചത്. അയ്യപ്പപ്പണിക്കരുടെ രചനകളിലെ പ്രസിദ്ധമായ വരികൾ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി കൊണ്ടുവരുന്നു. ആ വരികൾ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. നീതിക്കു വേണ്ടി കരഞ്ഞുഴന്നീടവേ ഗീത ചൊല്ലിക്കേട്ടോരർജുനനല്ല ഞാൻ. നീതിക്കു വേണ്ടി കരഞ്ഞുഴന്നീടവേ ഗീത ചൊല്ലിക്കേട്ടോരർജുനനല്ല ഞാൻ എന്ന കുരുക്ഷേത്രം എന്ന കൃതിയിലെ പ്രസിദ്ധമായ വരി അയ്യപ്പപ്പണിക്കരുടെ സാഹിത്യ നിലപാടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ആ വരികളുടെ രചയിതാവ് ആര് എന്ന് PSCക്ക് ഒരു ചോദ്യം വന്നാൽ എഴുതേണ്ടത് ആണ്. സരസ്വതി സമ്മാൻ മൂന്നാമതായി മലയാളത്തിലേക്ക് കൊണ്ടുവരുന്നത് 2012 സുഗതകുമാരിക്കാണ്. 2012 സുഗതകുമാരിക്ക്, സുഗതകുമാരി ടീച്ചർ, മലയാളത്തിലെ പ്രസിദ്ധ കവിയും സാമൂഹ്യ പ്രവർത്തകയും പരിസ്ഥിതി പ്രവർത്തകയും ഒക്കെയായ ശ്രീമതി സുഗതകുമാരിക്കാണ് മൂന്നാമതായി സരസ്വതി സമ്മാനം മലയാളത്തിൽ ലഭിക്കുന്നത്. ആ കവിയെക്കുറിച്ച്
നാം ആഴത്തിൽ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് പഠിക്കുന്നതിന് വേണ്ടി എല്ലാവരും തയ്യാറാണല്ലോ? റെഡി? നേരത്തെ ഹരിവംശ റോയ് ബച്ചൻ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ ഇവിടെയും നമുക്ക് ചിലത് പഠിക്കാനുണ്ട്. സുഗതകുമാരി ടീച്ചറുടെ പിതാവ് ബോധേശ്വരൻ മലയാളത്തിൽ അറിയപ്പെടുന്നൊരു കവി കൂടി ആണ്. ഒരു PSC പരീക്ഷയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ വരികൾ ചോദിച്ചിരുന്നു. ജയ ജയ കേരള കോമളധരണി, ജയ ജയ മാമക പൂജിത ജനനി എന്ന 2 വരികൾ. ഒരിക്കൽ കൂടി, ജയ ജയ കോമള കേരളധരണി, ജയ ജയ മാമക പൂജിത ജനനി. കേരളത്തെക്കുറിച്ചുള്ള മനോഹരമായ വർണ്ണനകൾ അടങ്ങിയ ഈ കവിത എഴുതിയത് ആര് എന്നൊരു ചോദ്യം PSCക്ക് ഉണ്ടായിരുന്നു. വർഷം ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല. ബോധേശ്വരൻ എന്ന കവിയാണ് ആ വരികളുടെ കർത്താവ്. സ്വാതന്ത്ര്യ സമരകാലത്ത് സ്വാതന്ത്ര്യസമര സേനാനികൾക്ക് വേണ്ടി എഴുതിയ കവിതയാണ് അത്. അങ്ങനെ ബോധേശ്വരൻ്റെ മകൾ ആണ് സുഗതകുമാരി എന്ന് കൂടി അറിയുക. കവിയും സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകയും ആയ കവി വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സണും ആയിരുന്നു. അതുപോലെ സൈലൻ്റ് വാലി പ്രക്ഷോഭത്തിൽ പങ്കെടുത്തുകൊണ്ട് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ശ്രീമതി സുഗതകുമാരി എന്ന് ഓർക്കുക. ശ്രീമതി സുഗതകുമാരിയുടെ പ്രധാന രചനകൾ കൂടി പരിചയപ്പെടുത്തുന്നു. രാത്രിമഴ, അമ്പലമണി, മണലെഴുത്ത്, പാവം മാനവഹൃദയം, പാതിരാപ്പൂക്കൾ, മുത്തുച്ചിപ്പി, ഇരുൾച്ചിറകുകൾ എന്നിവയൊക്കെ ശ്രീമതി സുഗതകുമാരിയുടെ പ്രസിദ്ധങ്ങളായ രചനകളാണ്. കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ, ആശാൻ പ്രൈസ്, വള്ളത്തോൾ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം എന്നിവയുമൊക്കെ കരസ്ഥമാക്കിയ കവിയാണ് ശ്രീമതി സുഗതകുമാരി. ഓരോന്നായി പറയുന്നു, അറിയുക. പാതിരാപ്പൂക്കൾ എന്ന കവിതാ സമാഹാരത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ രാത്രിമഴ എന്ന രചനയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഒരു ചോദ്യം ഇതായിരുന്നു, സുഗതകുമാരിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത രചന ഏത്? രാത്രിമഴ. അമ്പലമണി എന്ന കൃതിക്ക് ആശാൻ പ്രൈസും ഓടക്കുഴൽ അവാർഡും വയലാർ അവാർഡും ലഭിച്ചിട്ടുണ്ട്. അത് 3ഉം ഓർക്കുക. ആശാൻ പ്രൈസ് കിട്ടിയത് ഏത് പുസ്തകത്തിന്? അതുപോലെ ഓടക്കുഴൽ അവാർഡ് സുഗതകുമാരിയുടെ ഏത് കവിതാ സമാഹാരത്തിനായിരുന്നു? വയലാർ അവാർഡ് നേടിക്കൊടുത്ത രചന ഏത്? അമ്പലമണി എന്ന കവിതാ സമാഹാരമാണ്, ഓർക്കുക. വള്ളത്തോൾ അവാർഡും ശ്രീമതി സുഗതകുമാരിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ പത്മശ്രീ ബഹുമതിയും കേന്ദ്ര സർക്കാർ ശ്രീമതി സുഗതകുമാരിക്ക് സമ്മാനിച്ചിട്ടുണ്ട്. 2006 സംസ്ഥാന സർക്കാർ 2009 എഴുത്തച്ഛൻ പുരസ്കാരം ശ്രീമതി സുഗതകുമാരിക്ക് നൽകിയിട്ടുണ്ട്. സരസ്വതി സമ്മാൻ എന്ന പ്രസിദ്ധമായ ഭാരതീയ സാഹിത്യ അവാർഡ് സുഗതകുമാരിക്ക് 2012 ലഭിക്കുകയുണ്ടായി. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആണ് ഇനി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഇന്ത്യൻ ഭാഷാ സാഹിത്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ അവാർഡ് ഏർപ്പെടുത്തിയത്. കേന്ദ്ര സാഹിത്യ അക്കാദമി സ്ഥാപിതമായ വർഷം 1954. PSCക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി സ്ഥാപിതമായ വർഷം 1954. എവിടെയാണ് ഈ അക്കാദമിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത്? ന്യൂഡൽഹിയിലെ മണ്ഡി ഹൗസിൽ രബീന്ദ്ര ഭവൻ ആണ് ആസ്ഥാനം. കേന്ദ്ര സാഹിത്യ അക്കാദമി ആസ്ഥാനം രബീന്ദ്ര ഭവൻ. ഈ അക്കാദമി സ്ഥാപിതമായത് ഒരിക്കൽ കൂടി 1954 ആണ്. ഈ വർഷത്തിനൊരു പ്രാധാന്യമുണ്ട് കേട്ടോ. അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ജവഹർലാൽ നെഹ്റു, അദ്ദേഹം ചൈനയിലെ ഭരണാധികാരി ചൗ എൻലായിയുമായി ചേർന്ന് ഇന്ത്യ ചൈന സൗഹൃദ ഉടമ്പടി ഒപ്പുവച്ചതും ഈ 1954 മഹാനായ സാഹിത്യകാരൻ കൂടിയാണ് നെഹ്റു. ഇന്ത്യൻ ഭാഷാ സാഹിത്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം അവാർഡുകൾ നൽകണം എന്ന് ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടിയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി സ്ഥാപിതമായത്.
24 ഇന്ത്യൻ ഭാഷകളിൽ അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭരണഘടനയിലെ 8ാം പട്ടികയിൽ ഉൾപ്പെടുന്ന 22 ഭാഷകൾക്കും 2 ഇതര ഭാഷകൾക്കും കൂടി ആകെ 24 ഭാഷകളിലെ രചനകൾക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഉണ്ട്. ഓർക്കുക, ആകെ 24 ഭാഷകളിലെ രചനകൾക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അവാർഡ് തുക 1 ലക്ഷം രൂപയാണ്. ഈ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് പുറമേ കേന്ദ്ര സാഹിത്യ അക്കാദമി ആജീവനാന്ത നേട്ടങ്ങൾ കൈവരിച്ച സാഹിത്യകാരന്മാർക്ക് ഫെല്ലോഷിപ്പ് വർഷാവർഷം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ പരിഭാഷ അവാർഡ് നൽകുന്നുണ്ട്, ബാലസാഹിത്യ അവാർഡ് നൽകുന്നുണ്ട്. ഇത്തരത്തിൽ വിപുലമായ അവാർഡുകൾ ആണ് ഇന്ത്യൻ ഭാഷകൾക്ക് പ്രോത്സാഹനമായി കേന്ദ്ര സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2 പ്രധാന പ്രസിദ്ധീകരണങ്ങൾ കൂടി പരിചയപ്പെടുത്തുകയാണ്. ഒന്ന്, ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന പുസ്തകം. ഇന്ത്യൻ ലിറ്ററേച്ചർ ഇംഗ്ലീഷ് പ്രസിദ്ധീകരണമാണ്. സമകാലീന ഭാരതീയ സാഹിതി ഹിന്ദി പ്രസിദ്ധീകരണമാണ്. ഈ 2 പ്രസിദ്ധീകരണങ്ങളും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടേതായിട്ട് ഉണ്ട്. അവാർഡ് ഏർപ്പെടുത്തിയത് 1954 ആണ്. ആദ്യ അവാർഡ് 1955 നൽകി തുടങ്ങി. 1955 ആർ നാരായണ പണിക്കർ എന്ന മഹാനായ എഴുത്തുകാരൻ്റെ ഭാഷാ സാഹിത്യ ചരിത്രമാണ് മലയാളത്തിലെ 1ാമത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കൃതി. ആർ നാരായണ പണിക്കർ രചിച്ച ഭാഷാ സാഹിത്യ ചരിത്രം. ഭാഷാ സാഹിത്യ ചരിത്രം 1955 ആർ നാരായണ പണിക്കർ ആണ് ആദ്യ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി. ഓർക്കുക, PSCക്കുള്ള ഒരു പോയിൻ്റാണ്, ഒരു മാർക്കാണ്. അടുത്ത്, മലയാളത്തിലെ ആദ്യത്തെ നോവൽ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിലെ ആദ്യത്തെ നോവൽ തകഴി ശിവശങ്കരപ്പിള്ള എഴുതിയ ചെമ്മീൻ ആണ് മലയാളത്തിൽ ആദ്യമായി നോവൽ സാഹിത്യത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങുന്നത്. ചെമ്മീൻ. ആദ്യമായി ആത്മകഥ അവാർഡിന് പരിഗണിക്കുന്നത് KP കേശവമേനോൻ്റെ കഴിഞ്ഞ കാലമാണ് ആദ്യത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി ആത്മകഥാ കൃതി. അതുപോലെ കവിതാ സമാഹാരങ്ങളിൽ ആദ്യമായി അവാർഡ് നേടുന്ന മലയാളി G. ശങ്കരക്കുറുപ്പാണ്. അത് വിശ്വദർശനം എന്ന കവിതാ സമാഹാരത്തിനാണ് അവാർഡ് ലഭിച്ചത്. ഓർക്കുക, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച 1ാമത്തെ മലയാളി ആർ നാരായണ പണിക്കർ. അദ്ദേഹത്തിൻ്റെ പുസ്തകം ഭാഷാ സാഹിത്യ ചരിത്രമാണ്. ആദ്യ കേന്ദ്ര സാഹിത്യ നോവൽ അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ നോവൽ സാഹിത്യം തകഴിയുടെ ചെമ്മീനാണ്. ആത്മകഥയിൽ അത് ആദ്യം നേടുന്നത് KP കേശവമേനോൻ കഴിഞ്ഞ കാലം. കവിതകളിൽ ആദ്യമായി നേടുന്നത് G. ശങ്കരക്കുറുപ്പിൻ്റെ വിശ്വദർശനം എന്ന കൃതിക്ക്. സമീപകാലത്ത് നമ്മൾ വിട്ടുപിരിഞ്ഞ അക്കിത്തത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത രചന ബലിദർശനം. അതുപോലെ പ്രസിദ്ധനായ മറ്റൊരു ആധുനിക എഴുത്തുകാരൻ OV വിജയന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ഗുരുസാഗരം എന്ന നോവൽ. ചെറുകഥാകൃത്തുക്കളിൽ T. പത്മനാഭൻ്റെ ഗൗരി എന്ന കഥാസമാഹാരത്തിന് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയ മലയാളികളെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. എന്നാൽ ഏറ്റവും പുതിയ അവാർഡ് നേടിയത് ആരൊക്കെയാണെന്ന് കൂടി അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. 2018 അവാർഡ് നേടിയത് S. രമേശൻ നായർ എന്ന കവിക്കാണ്. അദ്ദേഹത്തിൻ്റെ ഗുരു പൗർണമി
എന്ന കവിതാ സമാഹാരത്തിനാണ് അവാർഡ് ലഭിച്ചത്. ഗുരു പൗർണമി എന്ന കവിതാ സമാഹാരം എസ് രമേശൻ നായർ 2018 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച രചനയാണ്. ഈ കൃതിക്കൊരു സവിശേഷതയുണ്ട്. നവോത്ഥാന നായകന്മാരിൽ പ്രധാനിയായ ശ്രീ നാരായണ ഗുരുവിനെ കുറിച്ചുള്ളതാകുന്നു എസ് രമേശൻ നായരുടെ ഗുരു പൗർണമി എന്ന കവിതാ സമാഹാരം. ഏറ്റവും ഒടുവിൽ 2019 3 മലയാളികൾക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 3 മലയാളികൾക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതിലാദ്യം പഠിക്കേണ്ട പേര് ശ്രീ ശശി തരൂർ എന്ന MP കൂടിയായ ശശി തരൂർ അവർക്കാണ്. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പുസ്തകം ആൻ ഈറ ഓഫ് ഡാർക്ക്നെസ് എന്ന കൃതിക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇംഗ്ലീഷ് മേഖലയിൽ നിന്ന് ലഭിക്കുന്നത്. ആൻ ഈറ ഓഫ് ഡാർക്ക്നെസ്. മലയാളത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് പോയ വർഷം ലഭിച്ചത് വി മധുസൂദനൻ നായർ എന്ന കവിക്കാണ്. അച്ഛൻ പിറന്ന വീട് എന്ന കവിതാ സമാഹാരത്തിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2019 അവാർഡ് ലഭിക്കുന്നത്. അതുപോലെ വിവർത്തനത്തിനുള്ള അവാർഡും മലയാളത്തിലാണ് ലഭിച്ചത്. മലയാളത്തിൽ CG രാജഗോപാൽ എഴുതിയ രാമചരിതമാനസം പരിഭാഷയ്ക്കാണ് അവാർഡ് കിട്ടുന്നത്. തുളസീദാസിൻ്റെ രാമായണ കാവ്യത്തെ ഹിന്ദിയിൽ നിന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ വിവർത്തനത്തിനുള്ള സാഹിത്യ അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മലയാളത്തിന് ലഭിച്ചു. CG രാജഗോപാൽ എന്ന എഴുത്തുകാരനാണ് ആ അവാർഡ് കിട്ടുന്നത്. അങ്ങനെ പോയ വർഷം മലയാളിക്ക് അഭിമാനിക്കാവുന്ന ഒരു വർഷമാകുന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 3 അവാർഡുകൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. ആ 3 പേർ ഒരിക്കൽ കൂടി ഓർക്കുക. ശ്രീ ശശി തരൂർ ഇംഗ്ലീഷ് രചനയിൽ ഉൾപ്പെടുന്ന ആൻ ഈറ ഓഫ് ഡാർക്ക്നെസ്, മലയാളത്തിന് ലഭിച്ച വി മധുസൂദനൻ നായർ, അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരം അച്ഛൻ പിറന്ന വീട് കവിതാ സമാഹാരമാണ്. അതുപോലെ ഓർക്കുക, വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും മലയാളിക്കാണ് കിട്ടിയത്. CG രാജഗോപാൽ എഴുതിയ രാമചരിതമാനസം എന്ന ഹിന്ദിയിൽ നിന്നുള്ള മലയാള പരിഭാഷയ്ക്കാകുന്നു അവാർഡ് എന്ന് ഓർക്കുക. ഈ ഭാഗം ക്രോഡീകരിക്കുന്നു. നന്ദി, നമസ്കാരം.